ഈവനിംഗ് ബ്രേക്കിംഗിലേക്കാണ്. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ആഘോഷമായി അവതരിപ്പിച്ച 4 വർഷ ബിരുദ കോഴ്സ് കേരള സർവകലാശാലയിൽ പാളി. പ്രധാന ആകർഷണമായി അവതരിപ്പിച്ച സബ്ജക്ട് സ്വിച്ചിംഗ് പ്രതിസന്ധിയിലാണ്. 3ാം സെമസ്റ്ററിൽ വിദ്യാർത്ഥികൾക്ക് ഇഷ്ടവിഷയത്തിലേക്ക് മാറാം എന്നതായിരുന്നു സ്വിച്ചിംഗ് കൊണ്ട് ഉദ്ദേശിച്ചത്. 2ാം സെമസ്റ്റർ പരീക്ഷാ മൂല്യനിർണ്ണയം വൈകിയതാണ് പ്രതിസന്ധിക്ക് കാരണം. 1ാം സെമസ്റ്റർ ഇംപ്രൂവ്മെന്റ് പരീക്ഷകളും നടന്നിട്ടില്ല. ശരിക്കും 4 വർഷ ഡിഗ്രി പ്രോഗ്രാം ആദ്യമായിട്ട് കേരളത്തിൽ നടപ്പിലാക്കിയ സമയത്ത് ശരിക്കും അതിൻ്റെ ഹൈലൈറ്റായിട്ട് പറഞ്ഞ രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായിട്ടും പറഞ്ഞത്. ഒന്ന്, ഈ കുട്ടികൾക്കൊരു മേജർ സബ്ജക്റ്റും അതുപോലെ തന്നെ 2 മൈനർ സബ്ജക്റ്റ് എടുക്കുകയും ഈ കുട്ടികൾക്ക് 3ാം സെമസ്റ്റർ ആകുമ്പോഴേക്കും ഈ മൈനർ സബ്ജക്റ്റിലോ അല്ലെങ്കിൽ MDCയിലോ അവർക്ക് എന്ത് ചെയ്യാം, 3ാം സെമസ്റ്റർ ആകുമ്പോഴേക്കും അവർക്ക് സ്വിച്ച് ചെയ്യാൻ പറ്റും. ശരിക്കും പറഞ്ഞാൽ അതിന് മാനദണ്ഡമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് 1ാം സെമസ്റ്ററിൻ്റെയും 2ാം സെമസ്റ്ററിൻ്റെയും മാർക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് ശരിക്കും പറഞ്ഞാൽ ഈ സ്വിച്ചിങ് പോസിബിൾ ആകുന്നത്. പക്ഷേ നിലവിൽ കേരള സർവകലാശാലയെ സംബന്ധിച്ച് 2ാം സെമസ്റ്റർ പരീക്ഷ കഴിഞ്ഞ് അതിൻ്റെ മൂല്യനിർണ്ണയം നടക്കുന്നതേ ഉള്ളൂ. 1ാം സെമസ്റ്റർ പരീക്ഷ കഴിഞ്ഞ് അതിൻ്റെ ഒരു ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷകൾ ഇതുവരെ നടപ്പിലാക്കിയിട്ടില്ല. ഗോപാൽ ഷീല സനൽ നമുക്കൊപ്പം ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. ഗോപാൽ സനൽ, സബ്ജക്ട് സ്വിച്ചിംഗ് അത് എങ്ങനെയാണ് നടപ്പാക്കേണ്ടത് എന്നതിൽ കൃത്യമായ ഒരു അവധാനത ഉണ്ടാകാതിരുന്നതാണോ ഈ കോഴ്സിന്റെ നടപ്പാക്കലിൽ പറ്റിയ പാളിച്ചയ്ക്ക് കാരണം? അതെ സുജയ, തീർച്ചയായിട്ടും നമുക്ക് ഈ ഘട്ടത്തിൽ അങ്ങനെ തന്നെ വിലയിരുത്താൻ സാധിക്കും. ഈ 4 വർഷ ബിരുദം സംസ്ഥാനത്ത് ആദ്യമായി നടപ്പിലാക്കിയ സർവകലാശാല കേരള സർവകലാശാലയാണ്. ആ സർവകലാശാലയിലാണ് ഇത്തരത്തിൽ ഒരു ബുദ്ധിമുട്ടുണ്ടായിരിക്കുന്നത്. അന്ന് ഈ ബിരുദ പരിപാടി അവതരിപ്പിച്ചപ്പോൾ അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാഗ്ദാനമായി സർക്കാർ അവതരിപ്പിച്ചത് വിശാലമായ വിദ്യാഭ്യാസത്തിനുള്ള അവകാശം എന്നതായിരുന്നു. അതായത് ഒരു വിഷയം പഠിക്കുന്ന വിദ്യാർത്ഥിക്ക് അതിൻ്റെ തുടർച്ചയായി ഏത് വിഷയം വേണമെങ്കിലും പഠിക്കാൻ സാധിക്കും. 3ാം സെമസ്റ്ററിൽ ഇത്തരത്തിൽ തനിക്ക് ഇഷ്ടമുള്ള വിഷയത്തിലേക്ക് വിദ്യാർത്ഥിക്ക് മാറുവാനും ആ വിഷയമെടുത്ത് തൻ്റെ അഭിരുചിക്കനുസരിച്ച് പഠിക്കാനും സാധിക്കുന്ന തരത്തിലായിരിക്കും ക്രമീകരണം. ഇതിനെയാണ് സബ്ജക്റ്റ് സ്വിച്ചിങ് എന്ന് പേരിട്ട് വിളിക്കുകയും ചെയ്തത്. എന്നാൽ അതിനന്ന് മാനദണ്ഡമായി പറഞ്ഞിരുന്നത് 1ഉം 2ഉം സെമസ്റ്ററുകളിൽ ലഭിക്കുന്ന മാർക്ക് അനുസരിച്ച് 20% സീറ്റുകളിലേക്കായിരിക്കും ഇത്തരം കുട്ടികൾക്ക് ഈ സബ്ജക്ട് സ്വിച്ചിങ്ങിന് അവസരമൊരുക്കുക. എന്നാൽ ഇപ്പോൾ 2ാം സെമസ്റ്ററിലെ പരീക്ഷാ മൂല്യനിർണ്ണയം ഇതുവരെയും പൂർത്തിയായിട്ടില്ല. ഇപ്പോൾ അധ്യാപകർ പറയുന്നത് പ്രകാരം ഇനിയും 2 മാസത്തോളം സമയം ഈ മൂല്യനിർണ്ണയത്തിനായി ആവശ്യമുണ്ട്. അതുകൂടാതെ തന്നെ 1ാം സെമസ്റ്ററിൽ ഇംപ്രൂവ്മെന്റ് പരീക്ഷകൾ ഇതുവരെയും നടന്നിട്ടില്ല. ഇതോടുകൂടി തന്നെ ഈ സബ്ജക്ട് സ്വിച്ചിങ് എന്ന പ്രധാനപ്പെട്ട വാഗ്ദാനം വിദ്യാർത്ഥികൾ നിരവധി പേരാണ് ഇത്തരത്തിൽ പല വിഷയങ്ങൾ പഠിക്കുന്നതിന് വേണ്ടി. ഇപ്പോൾ കൊമേഴ്സ് എടുത്ത് പഠിച്ച വിദ്യാർത്ഥിക്ക് സയൻസ് വിഷയം മേജറായി പഠിക്കണമെങ്കിൽ 3ാം സെമസ്റ്ററിൽ ആ കുട്ടിക്ക് സയൻസ് വിഷയത്തിലുള്ള കെമിസ്ട്രിയോ ഫിസിക്സോ ഏതെങ്കിലും ഒരു വിഷയം തൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് പഠിക്കാൻ സാധിക്കും. അങ്ങനെ പല വിഷയങ്ങൾ പഠിക്കാനുള്ള താല്പര്യമുള്ള കുട്ടികൾ അങ്ങനെ അത് മുന്നിൽ കണ്ടുകൊണ്ട് ഇത്തരത്തിൽ വിഷയങ്ങൾ ചൂസ് ചെയ്തിരുന്നു. എന്നാൽ അതെല്ലാം ഇപ്പോൾ അവതാളത്തിലായിരിക്കുന്നു. എന്നാൽ നടപ്പാക്കൽ പാളിയിരിക്കുകയാണ്. ഇനി ഇതിൽ പരിഹാരം എന്ത് എന്നതാണ് അറിയേണ്ടത്. ഇംപ്രൂവ്മെന്റ് പരീക്ഷകളടക്കം നടക്കാത്ത ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒന്ന് നേരെയാക്കണം സർ എന്നതാണ് ഈ വിഷയത്തിൽ നമുക്ക് പറയാനുള്ളത്. 4 വർഷ ബിരുദം നല്ല പദ്ധതിയാണ്, കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയുമാണ്. പക്ഷേ അതിലെ സബ്ജക്ട് സ്വിച്ചിംഗ് പ്രതിസന്ധിയിലായിരിക്കുകയാണ്.